വിഷയം, നിൻ്റെ വഴിയോ വീടോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ രോഗമോ ഒരു മൂവ്മെൻ്റ് ഇല്ല. ദൈവം തന്നെ ഇടപെട്ടാൽ ഇതിനൊരു തുറവിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിംഹത്തിൻ്റെ കുഴി കിടന്ന ദാനിയേലിനെ പോലെയാകും. ഓടി രക്ഷപ്പെടാൻ പറ്റണില്ലല്ലോ. സിംഹം തിന്നുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കിണറ്റിലിട്ടിരിക്കുകയല്ലേ. ദാനിയേലിനെ എവിടെ ഇട്ടിരിക്കണത്? കിണറ്റിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കും വന്ന് രക്ഷിക്കാനും പറ്റത്തില്ല, ഇവിടുന്ന് ഓടിപ്പിഴക്കാനും പറ്റത്തില്ല. സിംഹത്തിൻ്റെ വായിൽ പെട്ടത് തന്നെ. ഒരു പക്ഷേ നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നീ എന്ന് വിചാരിച്ചോ. നിനക്ക് ഓടി രക്ഷപ്പെടാനും പറ്റണില്ല. പിന്നെ എന്ത് ചെയ്യും? ദാനിയേൽ എന്താ ചെയ്തത്? അവൻ കുറ്റമറ്റവനായിരുന്നു. അതാണ് വചനം പറയണത്. അവൻ കുറ്റമറ്റവനായിരുന്നത് കാരണം ദൈവം സിംഹത്തിൻ്റെ വായടച്ച് കളഞ്ഞു. കൈയിടിച്ച് കർത്താവിനെ തുടരുക. അതൊരു പോംവഴിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റണില്ല, ആർക്കും വന്ന് നമ്മളെ സഹായിക്കാനും പറ്റാത്ത വിഷയമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വേദഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ പോംവഴി എന്താണ്? കുറ്റമറ്റവനായിരിക്കുക. അവൻ കുറ്റമറ്റവനായിരുന്നത് കാരണം കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു. അതാണ് ദാനിയേൽ 6:22. അവൻ കുറ്റമറ്റവനായിരുന്നതിനാൽ പറഞ്ഞേ, അവൻ കുറ്റമറ്റവനായിരുന്നു. കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു. അമ്മയോടാണ് ദൈവം വലിയൊരു രഹസ്യം പറഞ്ഞത്. എന്താ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് അമ്മയോട് മാത്രം പറഞ്ഞൊരു രഹസ്യമാണ്. ലൂക്ക 1:37 അമ്മയോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിനാണ് മറുപടി പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിലൊരു വഴി കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ദൈവം പറയും, വഴി ഞാനാണെന്ന് പറയും. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കനായിലെ കല്യാണത്തിൽ വഴി കാണുന്നില്ല, സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ അത് ഓർക്കും. എന്താ? അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും വഴി അപ്പാടെ കയ്യിലുണ്ടെന്ന്. ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിനോട് ദൈവം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? നീ കുറ്റമറ്റവനായിരിക്കുക, സിംഹത്തിൻ്റെ വായ ഞാൻ അടക്കുമെന്ന്. ഇതാണൊരു താക്കോലാണ്. ഇതൊരു കീവേഡെന്ന് പറയും. താക്കോൽ വചനങ്ങൾ, ജീവിത പ്രതിസന്ധികളെ തുറക്കാനുള്ള താക്കോൽ വചനം. നീ കുറ്റമറ്റവനായിരിക്കുക, ഞാൻ നിന്നെ വിഴുങ്ങാൻ വരുന്ന സിംഹത്തിൻ്റെ വായ ഞാൻ അടക്കുമെന്ന്. ഇപ്പം എല്ലാ സിംഹവുമായിട്ട് നമ്മൾ പിടിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദൈവത്തെ കൊണ്ട് സിംഹത്തിൻ്റെ വായടപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സൂചന ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞായിരുന്നു. എബ്രാഹുമായിട്ടാണല്ലോ ഉടമ്പടി വെച്ചത് അല്ലേ? നമ്മൾ നിയമാവർത്തനം 28:4 അനുസരിച്ച് കൊണ്ട് ആഹാര മേഖല എല്ലാം ദൈവം അനുഗ്രഹിച്ചതാ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസവും സന്താനങ്ങളും അവരുടെ ജോലിയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത്? നീ ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ? ഉൽപ്പത്തി അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന വാക്കാ. കാര്യം ഉടമ്പടി തുടങ്ങണം അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഉടമ്പടി ഇരിക്കുന്ന എബ്രാഹുമായിട്ട് ദൈവം കൊടുത്ത വാഗ്ദാനം എന്താ? ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ വാഗ്ദാനങ്ങൾ എന്താ ചെയ്യണത്? അവകാശമാക്കുകയാണ് ചെയ്യണത്. ഉടമ്പടി പ്രാർത്ഥനയിൽ വരുന്ന അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്? ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെ അവകാശമാക്കുകയാണ്. അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ്. അവകാശം പ്രാപിക്കാനുള്ള കുറേ മാർഗങ്ങൾ ബൈബിളിലുണ്ട്. അതാണ് ഉടമ്പടിയിലൂടെ പ്രബോധനമായിട്ട് നൽകണത്. അപ്പോൾ ദൈവം എബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം എന്താണ്? നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ജനങ്ങൾക്കുമാണ്. എബ്രാഹത്തിൻ്റെ വിശ്വാസം ആരെല്ലാം പങ്കുപറ്റുന്നുവോ അവർക്കെല്ലാം അനുഗ്രഹം കിട്ടും. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ക്രിസ്ത്യാനിക്ക് മാത്രം അനുഗ്രഹമാണെന്നല്ല പറഞ്ഞത്. ആരല്ല എബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവം കൊടുത്ത വാഗ്ദാനങ്ങൾ പങ്കുപറ്റുന്നുവോ, വിശ്വാസം കൊണ്ട് പങ്കുപറ്റുന്നുവോ, അതാണ് ഉൽപ്പത്തി 15:6. എബ്രാഹാം വിശ്വസിച്ചോ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. കൈ അടിച്ചു കർത്താവ് ചൊല്ലി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ എങ്ങനെ അനുഗ്രഹിക്കുമെന്ന് ആ അനുഗ്രഹത്തിൻ്റെ പ്രകൃതി ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് അനുഗ്രഹിക്കണത്? ദൈവം എബ്രാഹത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു വന്നു. ഏറ്റു പറഞ്ഞേ,
അതാ ഉൽപ്പത്തി 24:1. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ അവകാശം പ്രാപിക്കത്തില്ല. അവകാശം പ്രാപിക്കൽ എങ്ങനെയാണ്? എന്തിനാണ് അവകാശമുള്ളത്? നമ്മളെങ്ങനെ അവകാശികളായി മാറണത്? ദൈവത്തിന് വാഗ്ദാനം നൽകിയത് കൊണ്ടാണ് നമ്മൾ അവകാശികളായി മാറണത്. ആ വാഗ്ദാനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നിറവേറണത്. എല്ലാ വാഗ്ദാനം എന്തിനുള്ളതാണ്? പരിശുദ്ധാത്മാവ് അമ്മയെ കാണുമ്പോൾ എലിസബത്തിനോട് പറഞ്ഞിട്ട് എലിസബത്ത് പറയണ വാക്കാണത്. എന്താണ് പറയണത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. ലൂക്കാ 1:45. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് നമ്മൾ അരുളി ചെയ്ത കാര്യങ്ങൾ എന്താ? ഇത്രയും ഉണ്ട്. അല്ല, ഒരു വാക്കല്ല, ഇത്രയും വാക്കുണ്ട്. കർത്താവ് നമ്മൾ അരുളി ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ്? നിറവേറുമെന്ന് പറഞ്ഞേ. നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അപ്പൊ ആരാണ് ഭാഗ്യവതി? ദൈവവചനം നിറവേറുന്ന വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവതി. കർത്താവിൻ്റെ സങ്കീർത്തനം എന്താ പറയണത്? കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം ആ കുറ്റം എന്തായിട്ട് വരും? കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കുറ്റമായിട്ട് വരും. അതുകൊണ്ട് എബ്രഹാത്തിനോട് പറഞ്ഞ, മകനെ, നമ്മൾ ഉടമ്പടിയിലോട്ട് പോവുകയാണ്, പക്ഷെ അതിൻ്റെ പ്രിലിമിനറി നോട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രീ റെക്വസിസ്റ്റ്, മുൻ ആവശ്യം എന്താണ്? നീ എൻ്റെ മുമ്പാകെ തന്നെ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ചെയ്യുന്നവരോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1. ഉടമ്പടി ചെയ്യുന്ന ഓരോ മകനോടും ആദ്യമായി പറയുന്നത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക. ഒന്ന് പറഞ്ഞേ. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ മുമ്പാകെ തന്നെ വ്യാപരിക്കണം. രണ്ടാമത്തെ എന്താണ്? കുറ്റമറ്റവനായിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയാൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും മുമ്പിലായി പോകും. അപ്പം കുറ്റം വരും. ദൈവത്തിന് അതാണ്, നീ എൻ്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി നിൻ്റെ മുമ്പാകെ ആയിരിക്കുവാൻ, കുറ്റമറ്റവരായിരിക്കുവാൻ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേ